Viva il Papa. Viva il Papa. Viva il Papa. 2015 ആഗസ്റ്റ് 31 ഒരു അമേരിക്കൻ ടെലിവിഷൻ ചാനലിന്റെ നേതൃത്വത്തിൽ ചിക്കാഗോയിലുള്ള ഒരു സംഘം വിദ്യാർത്ഥികൾ ടെലികോൺഫറൻസിംഗ് വഴി ഫ്രാൻസിസ് പാപ്പയുമായി സംവദിച്ചു. ചാനലിന്റെ 2 സംഘങ്ങളിൽ ഒന്ന് ചിക്കാഗോയിലെ ഒരു ദേവാലയത്തിലും മറ്റൊരു സംഘം വത്തിക്കാനിൽ മാർപ്പാപ്പായ്ക്കൊപ്പവും ഉണ്ടായിരുന്നു. വളരെ സ്വാഭാവികതയോടെയും സൗഹാർദ്ദപൂർവവുമായിരുന്നു ഫ്രാൻസിസ് പാപ്പയുടെ പെരുമാറ്റവും ഇടപെടലുകളും. കുട്ടികൾക്കൊപ്പം അവരുടെ മാതാപിതാക്കളും മറ്റു ചില മുതിർന്നവരും അവിടെ സന്നിഹിതരായിരുന്നു. ആ ദിവസത്തെ പ്രോഗ്രാം ഒരു വലിയ സമൂഹത്തിന് അളവില്ലാത്ത ആത്മവിശ്വാസവും ഊർജവും പകരുകയുണ്ടായി. വലേറി ഹെരേറ എന്ന 17-കാരിയായ വിദ്യാർത്ഥിനിയുമായി മാർപ്പാപ്പ നടത്തിയ സംഭാഷണമാണ് അതിനിടയാക്കിയത്. അമേരിക്കയിലെ കത്തോലിക്ക സമൂഹത്തിന് മാത്രമല്ല, മുഴുവൻ പൗരന്മാർക്കും അഭിവാദ്യമർപ്പിച്ചുകൊണ്ടാണ് പാപ്പ തന്റെ സംഭാഷണം ആരംഭിച്ചത്. Un saludo grande. A big hello. Gran saludo. A big hello. തുടർന്ന് ചിക്കാഗോ ക്രിസ്റ്റോറെ ജെസ്യൂട്ട് സ്കൂളിലെ വിദ്യാർത്ഥികളോട് അദ്ദേഹം സംവദിക്കാൻ ആരംഭിച്ചു. ചെറുപ്പകാലത്ത് താൻ നേരിട്ട കഠിനമായ മനോവ്യഥയാണ് വലേറി മാർപ്പാപ്പായോട് പങ്കുവച്ചത്. 4-ാം വയസ്സു മുതൽ തൊലിപ്പുറത്ത് പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയ വെള്ളപ്പാടുകൾ അവളെ വർഷങ്ങളോളം അസ്വസ്ഥയാക്കിയിരുന്നു. കണ്ണിനു ചുറ്റും വെളുത്ത അടയാളങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അക്കാലത്ത് ഞാൻ സ്കൂളിൽ പോയി തുടങ്ങി. മുഖത്തും ദേഹത്തും പ്രത്യക്ഷപ്പെട്ട വെള്ളപ്പാടുകൾ നിമിത്തം എല്ലാവരും എന്നെ പരിഹസിച്ചു. ഞാൻ ഒരുപാട് വേദന അനുഭവിച്ചു. കരഞ്ഞുകൊണ്ടാണ് അവൾ അക്കാലത്തെ തന്റെ മനോവ്യഥ പാപ്പയോട് പങ്കുവച്ചത്. ഈ 17-ാം വയസ്സിലും അക്കാലത്തെ അനുഭവങ്ങൾ അവളെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടെന്ന് വ്യക്തമായിരുന്നു. തന്റെ വേദനകളിലും വിഷമങ്ങളിൽ നിന്നും ചുറ്റുപാടുമുള്ളവരിൽ നിന്നും ഓടിയൊളിക്കാൻ ശ്രമിച്ചതും ഈ പ്രതിസന്ധിയെ അതിജീവിക്കാൻ നടത്തിയ ശ്രമങ്ങളും വലിയ ദുഃഖത്തോടെ അവൾ വിവരിച്ചു. അവളുടെ വാക്കുകൾ പാപ്പ ശ്രദ്ധാപൂർവം കേട്ടിരുന്നു. അവളെ ശ്രവിക്കുന്ന പലരും കണ്ണുകൾ തുടയ്ക്കുന്നുണ്ടായിരുന്നു. തന്റെ അനുഭവങ്ങളും വേദനയും പങ്കുവെച്ച ശേഷം തന്റെ ചോദ്യം അവൾ പാപ്പയോട് ചോദിച്ചു. My question is, what are you expecting from us, the youth? What are you expecting us to do to be? ഈ കാലഘട്ടത്തിലെ യുവജനങ്ങൾ എപ്രകാരമായിരിക്കണം എന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നത് എന്നായിരുന്നു അവളുടെ ചോദ്യം. എന്നാൽ പാപ്പയുടെ പ്രതികരണം തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. Valerie, I would like to hear you singing. എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടാമോ എന്നായിരുന്നു പാപ്പയുടെ ചോദ്യം. Of you to sing a song for me? Sure. സദസ്സു മുഴുവൻ വൈകാരികമായി മിഴിതുടച്ചിരുന്ന ആ സമയത്ത് നിലച്ചിരിക്കാതെയുള്ള പാപ്പയുടെ ഇടപെടൽ വലിയ ഹർഷാരവത്തിന് വഴിയൊരുക്കി. ഒരു നിമിഷം സ്തബ്ധയായെങ്കിലും ചുറ്റുമുള്ളവരുടെയും സുഹൃത്തുക്കളുടെയും അമ്മയുടെയും പ്രോത്സാഹനം അവളെ ധൈര്യപ്പെടുത്തി. എന്നാൽ ഏറ്റവും പ്രധാനം പാപ്പ അവൾക്ക് നൽകിയ പ്രോത്സാഹനമായിരുന്നു. Go on, go on. Okay. Take a deep breath. You got this. Oh my gosh, okay. You got this. Be courageous. ധൈര്യമായിരിക്കുവാൻ പാപ്പ അവളോട് പറഞ്ഞു. ഒടുവിൽ സ്പാനിഷ് ഭാഷയിൽ അവൾ ഒരു ഗാനം ആലപിച്ചു. Junto a ti, María, como niño quiero estar. Tómame en tus brazos, guíame en mi caminar. Quiero que me eduques, que me enseñes a rezar. Hazme transparente, lléname de paz. Thank you very much.
very kind of you. ഗാനം ആസ്വദിച്ചതിന് ശേഷം പാപ്പ അവളുടെ ചോദ്യത്തോട് Lo que പ്രതികരിച്ചു. espero de los What I jóvenes hope for from youth es que no is for you all caminen not to walk alone in life. നിങ്ങൾ യുവജനങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്ക് നടക്കുന്നവരാകരുത്. മറ്റുള്ളവരോട് സ്നേഹവും ആർദ്രതയും പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നേറുക. ജീവിതം കഠിനമാണ്. ഒറ്റയ്ക്ക് നടക്കുക കൂടുതൽ പ്രയാസകരവും. എല്ലാം കൈവിട്ടു പോകുവാനും ആശയക്കുഴപ്പങ്ങളിൽ അകപ്പെടാനും അത് കാരണമാകും. നിങ്ങൾ ചെറുപ്പക്കാർ ആവശ്യമുള്ളപ്പോഴെല്ലാം ആരുടെയെങ്കിലും സഹായം തേടാൻ തയ്യാറാകണം. മാതാപിതാക്കളുടെയോ ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ ആരുടെയുമാകാം. എല്ലായ്പ്പോഴും ആരെങ്കിലും നിങ്ങളുടെ സഹായത്തിനുണ്ടാകുമെന്ന് തീർച്ച. വലേറി നന്നായി പാടുന്നുണ്ട് എന്ന് അഭിനന്ദിച്ചതിന് ശേഷം പാപ്പ അവളോട് സംഗീതത്തിൽ ശ്രദ്ധിക്കാൻ ഉപദേശിച്ചു. You sing beautifully. എല്ലായ്പ്പോഴും പ്രത്യാശയും ധൈര്യവും ഉള്ളവരായിരിക്കുക. ദൈവിക ദാനങ്ങളായ അവയ്ക്കുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്ന് യുവജനങ്ങളോട് പറഞ്ഞ് പാപ്പ തന്റെ വാക്കുകൾ ഉപസംഹരിച്ചു. Thank you for the song. Thank you, Holy Father. ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം മുസോളിനിയുടെ ഫാസിസ്റ്റ് ഭരണത്തെയും രാഷ്ട്രീയമായ അനിശ്ചിതാവസ്ഥകളെയും തുടർന്ന് ഇറ്റലിയിൽ നിന്ന് തെക്കേ അമേരിക്കയിലെ അർജന്റീനയിലേക്ക് കുടിയേറിയത് ദശലക്ഷക്കണക്കിന് കുടുംബങ്ങളാണ്. ഭേദപ്പെട്ട ജീവിത സാഹചര്യങ്ങളും കുടുംബത്തിന്റെ മികച്ച ഭാവിയും ലക്ഷ്യം വെച്ച് അത്തരത്തിൽ അർജന്റീനയിലേക്ക് ചേക്കേറിയ അനേകരിൽ ഒരാളായിരുന്നു ഫ്രാൻസിസ് പാപ്പയുടെ പിതാവായ മാരിയോ ജോസ് ബർഗോളിയോ. തന്റെ മാതാപിതാക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഒപ്പം 21 വയസ്സിലാണ് അദ്ദേഹം ബ്യൂണസ് ഐറിസിലെത്തിയത്. മുസോളിനിയുടെ ഫാസിസ്റ്റ് ഭരണത്തിൽ നിന്ന് രക്ഷപ്പെടാനായി അദ്ദേഹത്തിൻ്റെ പിതാവ് അദ്ദേഹം ജനിക്കുന്നതിന് 10 വർഷം മുൻപ് അർജന്റീനയിലേക്ക് കുടിയേറി എന്നാണ് മനസ്സിലാക്കുന്നത്. അത് സാമ്പത്തികമായ പരാധീനത കൊണ്ടായിരുന്നില്ല എന്ന് പാപ്പയുടെ സഹോദരി ഒരു ഇൻ്റർവ്യൂവിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ഒരു കാര്യം വ്യക്തം, ഫാസിസത്തിൽ നിന്ന് ദൂരെയാണ് ഫ്രാൻസിസ് പാപ്പ. മാരിയോ ബർഗോളിയോയുടെയും റെജീന മരിയ സിവോരിയുടെയും 5 മക്കളിൽ മൂത്തയാളായിരുന്നു ജോർജ് മാരിയോ ബർഗോളിയോ. പിതാവും കുടുംബാംഗങ്ങളും അനുഭവിച്ച പ്രതിസന്ധികളും അർജന്റീനയിലെ ജീവിത സാഹചര്യങ്ങളും അദ്ദേഹത്തെ ശക്തമായി സ്വാധീനിച്ചിരുന്നു. ജീവിതാരംഭത്തിൽ അദ്ദേഹം കടന്നുപോയ വഴികളും അഭിമുഖീകരിച്ച പ്രതിസന്ധികളും ഏറെ തീഷ്ണതയുള്ളതായിരുന്നു. 1936 ജനിച്ച പാപ്പ ഡിസംബർ 17 ജനിച്ച ഹോർഹ് മാരിയോ ബെർഗോളിയോ പഠനം പ്രത്യേകിച്ച് സലേഷ്യൻസിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠനം നടത്തിയതായിട്ട് കാണുന്നുണ്ട്. അദ്ദേഹം കെമിക്കൽ ടെക്നോളജിയിൽ ഡിപ്ലോമ നേടിയതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. തൂപ്പുകാരനായി പോലും ജോലി ചെയ്ത ഒരു ചരിത്രം ഫ്രാൻസിസിനുണ്ട്, അഥവാ ബെർഗോളിയോയ്ക്ക് ഉണ്ട്. തന്റെ 22 വയസ്സിൽ 1958 ഈശോ സഭയിൽ വൈദികാർത്ഥിയായി ചേരുന്നതുവരെയുള്ള ജീവിതകാലം വ്യത്യസ്തമായ വഴികളിലൂടെയാണ് അദ്ദേഹം സഞ്ചരിച്ചത്. ബാർ ജീവനക്കാരനായും തൂപ്പുകാരനായും കെമിക്കൽ ടെക്നീഷ്യനായും അദ്ദേഹം ജോലി ചെയ്തു. ഫുട്ബോളും ടാങ്കോ ഡാൻസും ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന അദ്ദേഹം സെമിനാരി പരിശീലന കാലയളവിൽ ഫുട്ബോൾ ടീം അംഗവുമായിരുന്നു. 21 വയസ്സിൽ ജീവാപായം പോലും സംഭവിച്ചേക്കാവുന്ന വിധത്തിൽ അദ്ദേഹത്തെ ബാധിച്ച ന്യൂമോണിയ നിമിത്തം ശ്വാസകോശത്തിന്റെ ഒരു ഭാഗം നീക്കം ചെയ്യേണ്ടി വന്നു. യൗവനാരംഭത്തിൽ തന്നെ ജീവിതത്തിന്റെ കാഠിന്യവും കഷ്ടപ്പാടുകളും തിരിച്ചറിഞ്ഞ് ജീവിച്ച അദ്ദേഹം അപ്രതീക്ഷിതമായാണ് ദൈവവിളിയിലേക്ക് കടന്നുവരുന്നത്. ഒരു അവധി ദിവസം ആഘോഷിക്കുവാനായി സുഹൃത്തുക്കൾക്കൊപ്പം പോകാനിരിക്കെ ഒരു ദേവാലയത്തിൽ കുമ്പസാരിക്കാനെത്തിയ അദ്ദേഹത്തിന് അവിടെ വെച്ചാണ് വലിയൊരു മനംമാറ്റമുണ്ടായത്. കുമ്പസാരിപ്പിച്ച വൈദികന്റെ ഇടപെടൽ അദ്ദേഹത്തിൽ വലിയ പരിവർത്തനം വരുത്തുകയും തുടർന്ന് സെമിനാരിയിൽ ചേരാൻ തീരുമാനിക്കുകയുമാണ് ഉണ്ടായത്.
dopo la confessione ho sentito che qualcosa era cambiata. E io non ero lo stesso, avevo sentito proprio come una voce, una chiamata. Ero convinto che io dovevo diventare sacerdote. ആയിരത്തി 1969 വൈദിക പട്ടം സ്വീകരിച്ച ബർഗോളിയോ തുടർന്ന് നോവൈസ് മാസ്റ്ററായും ദൈവശാസ്ത്ര അധ്യാപകനായും നിയോഗിക്കപ്പെട്ടു. 1973 മുതൽ 79 വരെ ഈശോ സഭ പ്രൊവിൻഷ്യാലായി സേവനം ചെയ്തു. 1980 മുതൽ 86 വരെ അദ്ദേഹം ഒരു സെമിനാരി റെക്ടറായിരുന്നു. 1992 ബ്യൂണസ് ഐറിസ് രൂപതയുടെ സഹായക മെത്രാനായി അദ്ദേഹം നിയോഗിക്കപ്പെട്ടു. 1998 അദ്ദേഹം ബ്യൂണസ് ഐറിസ് രൂപതയുടെ ആർച്ച് ബിഷപ്പായി ചുമതലയേറ്റു. ആർച്ച് ബിഷപ്പ് ബെർഗോളിയോ ശ്രദ്ധിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചേരിയിൽ താമസിക്കുന്നവരുടെ ഇടയിലുള്ള അജപാലന പ്രവർത്തനമായിരുന്നു. അദ്ദേഹം മെത്രാനാകുന്നതിന് മുൻപ് ഉണ്ടായിരുന്നവരുടെ ഇരട്ടി എണ്ണം വൈദികര് അദ്ദേഹം മെത്രാനായതിനു ശേഷം ചേരി പ്രദേശത്ത് അജപാലന ശുശ്രൂഷ ചെയ്യാൻ കടന്നു വന്നു, അല്ലെങ്കിൽ അദ്ദേഹം നിയോഗിച്ചു എന്നത് ശ്രദ്ധേയമാണ്. ഈ ചേരി മെത്രാൻ്റെ സവിശേഷത ഇന്ന് കത്തോലിക്ക സഭ മുഴുവൻ വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നു. പാവപ്പെട്ടവരോട്, ദരിദ്രരോട്, അഭയാർത്ഥികളോട്, രോഗികളോട് എല്ലാം ഇത്രയേറെ കാരുണ്യം പുലർത്തുന്ന ഈ മാർപ്പാപ്പ, അദ്ദേഹത്തിൻ്റെ ചരിത്രം ഇതിൽ നിന്ന് വിഭിന്നമല്ല. വളരെ വ്യക്തമായും അദ്ദേഹം ഈ കാരുണ്യത്തിൻ്റെ ഒരു ജീവചരിത്രം നിരന്തരം പുണർന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. വളരെ സംഭവബഹുലമായിരുന്നു ആർച്ച് ബിഷപ്പ് ജോർജ് മാരിയോ ബർഗോളിയോയുടെ വഴിത്താരകൾ. ജനനം മുതൽ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും തീഷ്ണതയേറിയ അനുഭവ പാഠങ്ങൾ നൽകി ദൈവം അദ്ദേഹത്തെ വഴി നടത്തി. ലോക ചരിത്രത്തിൽ തന്നെ വലിയ വിപ്ലവം സൃഷ്ടിക്കാൻ മാത്രമുള്ള ഊർജം ആ ഹൃദയത്തിൽ നിക്ഷേപിക്കപ്പെട്ടിരുന്നു. വഴി മാറി നടക്കുകയും മറ്റാരും ചിന്തിക്കാത്ത രീതിയിൽ ജീവിത യാഥാർത്ഥ്യങ്ങളെ സമീപിക്കുകയും ചെയ്യുക അദ്ദേഹത്തിൻ്റെ പതിവ് ശൈലിയായിരുന്നു. മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് ഒരിക്കലും അദ്ദേഹത്തിന് വിഷയമായിരുന്നില്ല. അദ്ദേഹം ആർച്ച് ബിഷപ്പായിരിക്കെ, ബ്യൂണസ് ഐറിസിലെ ആർച്ച് ബിഷപ്പായിരിക്കെ 2000 അർജന്റീനയിലെ ഒരു മെത്രാൻ അദ്ദേഹം വർഷങ്ങൾക്ക് മുൻപ് സഭയിൽ നിന്ന് മാറിപ്പോയയാളാണ്. ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു. മാത്രമല്ല അർജന്റൈൻ റെവല്യൂഷൻ എന്ന പേരിൽ നടന്ന ആ ഒരു പട്ടാള മേധാവിത്വത്തിനെതിരെ നിലകൊണ്ട ഒരു വ്യക്തി കൂടിയാണ് പെഡെസ്ത, ജെറോണിമോ പെഡെസ്ത. അദ്ദേഹത്തിൻ്റെ മെത്രാൻ സ്ഥാനത്തിൽ നിന്ന് അദ്ദേഹത്തെ വത്തിക്കാൻ മാറ്റുകയും അദ്ദേഹത്തിൻ്റെ വൈദിക പട്ടം സസ്പെൻഡ് ചെയ്യുകയും ചെയ്ത ഒരു സംഭവമുണ്ട്. സഭാ അധികാരികളുടെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തെ, ഈ പറഞ്ഞ വ്യക്തിയെ ഫോൺ വിളിച്ച് സംസാരിച്ചതും അദ്ദേഹം രോഗിയായിരിക്കെ അദ്ദേഹത്തെ ആശുപത്രിയിൽ പോയി കണ്ടതും ഇദ്ദേഹം മാത്രമാണ്. ബെർഗോളിയോ, ആർച്ച് ബിഷപ്പ് ബെർഗോളിയോ മാത്രമാണ്. അദ്ദേഹം 2000 മരിച്ചു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വിധവ ആ വിധവയോട് നിരന്തരമായി സംസാരിക്കുകയും ആശയങ്ങൾ കൈമാറുകയും അവരെ ക്രിസ്തു വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്താൻ ശ്രമിക്കുകയൊക്കെ ചെയ്ത സംഭവം അത് വളരെ ഹൃദയസ്പർശിയായ ഒന്നാണ്. See, trying to follow Jesus is not easy. It's a very challenging task. To be very faithful, to be very truthful in daily following Jesus. And that is precisely what he has done. He's kind of thrown away all the extra paraphernalia. The titles, for example, he doesn't want anybody to be called Monsignor and, eminences and all these big titles. His dress is extremely simple. The message is very direct, that God's Son Jesus came to proclaim good news to the poor. So he wants the church not only to work for the poor, from a position of being a big benefactor,
but he wants the church to really empty itself, to be with the poor and to really be poor. And this, I think, is most difficult. He's all the time talking of the church going out. In other words, we should not expect people to come to the church, so to say, but the church, all, right from the Pope to the lay faithful, have to go out proclaiming the gospel. മാർപ്പാപ്പയുടെ സംസാരം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും സകലരെയും ആകർഷിക്കുന്നതും പലരെയും വെല്ലുവിളിക്കുന്നതുമാണ്. ഈ ലോകം ഇന്ന് ആവശ്യപ്പെടുന്നത് എന്താണെന്ന് കാഴ്ചകളിലൂടെയും ജീവിതാനുഭവങ്ങളിലൂടെയും ദൈവാത്മാവ് പരിശുദ്ധ പിതാവിന് വ്യക്തമാക്കി നൽകിയിരുന്നു. വിശപ്പും ദാഹവും ശമിക്കാത്ത, വേദനയ്ക്കും പ്രതിസന്ധികൾക്കും അന്ത്യമില്ലാത്ത ഈ ലോകത്തിലെ 700 കോടിയിൽ പരം ജനങ്ങൾക്കു വേണ്ടത് ഒന്നു മാത്രമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു: കരുണ. അതുമാത്രമാണ് ഇന്നത്തെ ലോകത്തിന് ആവശ്യം. ഉപാധികളില്ലാതെ സകലർക്കും മുന്നിൽ ദൈവിക കരുണയുടെ ഭണ്ഡാരമായി മാറുവാൻ ഫ്രാൻസിസ് പാപ്പയ്ക്ക് കഴിഞ്ഞത് ചെറിയ കാര്യമല്ല. ലോകചരിത്രത്തിൽ അനേകം മാർപ്പാപ്പന്മാരുണ്ടായിട്ടുണ്ട്. അവരെല്ലാം പ്രതിഭകളും ആത്മീയാചാര്യന്മാരുമായിരുന്നിട്ടുണ്ട്. പോപ്പ് ഫ്രാൻസിസ് അദ്ദേഹത്തിൻ്റെ ഫ്രാൻസിസ് ഇഫക്റ്റ് കൊണ്ട് ലോക ചരിത്രത്തിൽ, ലോക ഹൃദയങ്ങളിൽ, ജനഹൃദയങ്ങളിൽ ഒരിടം പിടിച്ചിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ. അതുകൊണ്ടാണ് സ്ഥാനാരോഹണം നടത്തി കേവലം 9 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ അമേരിക്കയിലെ ടൈം മാഗസീൻ പോപ്പ് ഫ്രാൻസിസിനെ ടൈംസ് പേഴ്സൺ ഓഫ് ദ ഇയർ അവാർഡ് നൽകി ആദരിക്കുകയുണ്ടായി. അതിൻ്റെ കാരണമായി അന്ന് എഡിറ്ററായിരുന്ന നാൻസി ഗിബ്സ് എഡിറ്റോറിയൽ ഇപ്രകാരം എഴുതി പിടിപ്പിച്ചു: ഫോർ പുള്ളിംഗ് ദ പേപ്പസി ഔട്ട് ഇൻ ടു ദ സ്ട്രീറ്റ്സ് ആൻഡ് ഫോർ ബാലൻസിംഗ് judgment with mercy, Pope Francis is elected to be the person of the year 2013 എന്നാണ് അവർ എഴുതി വെച്ചത്. മാർപ്പാപ്പായുടെ സിംഹാസനത്തെയും കൊട്ടാരത്തെയും വഴിയിലേക്ക് ഇറക്കി വെച്ചതുകൊണ്ട്, സങ്കീർണമായ പ്രശ്നങ്ങളിൽ നീതിപൂർവമായ വിധികൽപ്പിക്കലുകൾ നടത്തിയതുകൊണ്ട് പോപ്പ് ഫ്രാൻസിസിനെ അവാർഡ് നൽകി ആദരിക്കുന്നുവെന്നാണ് നാൻസി ഗിബ്സ് അന്ന് പ്രഘോഷിച്ചത്. കാലത്തിൻ്റെ സൂചനകൾ മനസ്സിലാക്കുന്ന ഒരു ഭാഷ അദ്ദേഹത്തിനുണ്ട്. അതിനു പറ്റിയൊരു ജീവിതമുണ്ട്. സംവദിക്കാവുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അദ്ദേഹം ദരിദ്രരിലേക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ട് പരിശ്രമിക്കുകയും അതിന് സഭയെ നിർബന്ധിക്കുകയും ചെയ്യുന്നു. അദ്ദേഹം സാധാരണ മനുഷ്യരുടെ ഭാഷയിലാണ് സംസാരിക്കുന്നത്. സാധാരണക്കാരനെ പോലെ സാധാരണക്കാരുടെ ഭാഷയിൽ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പ്രസംഗത്തിൻ്റെ ശൈലി അദ്ദേഹത്തിൻ്റെ എഴുത്തിലുമുണ്ട്. ആർക്കും മനസ്സിലാകാത്ത, അല്ലെങ്കിൽ കുറച്ച് പേർക്ക് മാത്രം മനസ്സിലാകുന്ന വാക്കുകളും പദങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ദൈവശാസ്ത്രപരമായ വിസ്മയങ്ങൾ സൃഷ്ടിക്കുകയല്ല അദ്ദേഹത്തിൻ്റെ ലക്ഷ്യവും അദ്ദേഹത്തിൻ്റെ ശൈലിയും. മറിച്ച് എല്ലാവർക്കും മനസ്സിലാകുന്ന, ഒരുപക്ഷെ സഭയ്ക്ക് പുറത്തുള്ളവർക്ക് പോലും മനസ്സിലാകുന്ന രീതിയിൽ അദ്ദേഹം ദൈവശാസ്ത്രപരമായ കാര്യങ്ങൾ സംസാരിക്കുകയും എല്ലാവരെയും ആ ചർച്ചയിൽ പങ്കാളികളാക്കുകയും എല്ലാവരുടെ ഹൃദയത്തിലേക്ക് സംസാരിക്കുന്ന രീതിയാണ് അദ്ദേഹം അനുവർത്തിച്ചിട്ടുള്ളത്, സ്വീകരിച്ചിട്ടുള്ളത്. സമൂഹം തള്ളിക്കളഞ്ഞവർ, അഭയാർത്ഥികൾ ഇന്ന് ലോകത്തിൽ വലിയ പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ രാജ്യത്തു നിന്നും മറ്റ് രാജ്യങ്ങളിലേക്ക് അനേകം മനുഷ്യർ അഭയാർത്ഥികളായി പോയിക്കൊണ്ടിരിക്കുന്നു. അഭയാർത്ഥികൾ എന്നുള്ള ആ മനുഷ്യരുടെ ആലംബഹീനമായിട്ടുള്ള ആ അവസ്ഥയെ കാരുണ്യത്തോടെ നോക്കാൻ സഭയെ സുവിശേഷം പ്രേരിപ്പിക്കുന്നു എന്ന് പാപ്പ പറയുകയാണ്. കാരുണ്യത്തിൻ്റെ മുഖം, സ്നേഹത്തിൻ്റെ മുഖം, അലിവിൻ്റെ മുഖം, എളിമയുടെ മുഖം അത് അദ്ദേഹം നിരന്തരം പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം മറ്റുള്ളവരോട് നടത്തുന്ന ഇടപെടലുകൾ പാവപ്പെട്ടവരോട്, രോഗികളോട്, ജയിലിൽ കഴിയുന്നവരോട്, നിരാലംബരായ മനുഷ്യരോട്, ആരോരുമില്ലാത്തവരോട്, തെരുവിൽ കഴിയുന്നവരോട്, അവരോടൊക്കെ അദ്ദേഹം കാണിക്കുന്ന കാരുണ്യ പ്രവൃത്തികൾ, നമ്മൾ അല്ലെങ്കിൽ സഭ നടത്തണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അതിലൂടെയെല്ലാം പുതിയൊരു സംഭാഷണ ശൈലി, പുതിയൊരു ഭാഷണ ശൈലി സഭയിൽ അവതരിപ്പിക്കാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ ശ്രമിച്ചിട്ടുണ്ട്. നല്ലൊരു പരിധിവരെ അദ്ദേഹം അതിൽ വിജയിക്കുന്നുണ്ട്. രാഷ്ട്രീയ കാരണങ്ങളെ വിശദീകരിച്ചുകൊണ്ട് ഈ അഭയാർത്ഥി പ്രവാഹത്തെ
അതിനെ രാഷ്ട്രീയമായി നേരിടുന്ന ആ ഒരു ശൈലിക്ക് മുൻപ് തന്നെ അതിനെ സുവിശേഷത്തിൻ്റെ ചൈതന്യത്തിൽ കാണാനും മാനുഷികമായ ഒരു പ്രശ്നമായി അതിനെ പരിഗണിക്കാനും മറ്റ് യാതൊരു തരത്തിലുള്ള വേർതിരിക്കുന്ന മതിലുകളും ഇല്ലാതെ മനുഷ്യനെ അവൻ്റെ സഹനത്തിൽ കാണണം, കരുണയോടെ നോക്കണമെന്നും പാപ്പ പറയുകയാണ്. ഈ ആധുനിക ലോകത്തിൽ രാഷ്ട്രീയത്തിനും മതവിശ്വാസങ്ങൾക്കും പ്രത്യയശാസ്ത്രങ്ങൾക്കും അതീതമായ ഏറ്റവും വലിയ സ്വാധീന ശക്തിയായി കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ മാറിയിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഈ ആധുനിക ലോകത്തിൽ കത്തോലിക്ക സഭയുടെ സ്വാധീന ശക്തി കുറഞ്ഞു വരുന്നു എന്ന് സകലരും വിലയിരുത്തിയ ഒരു ഘട്ടത്തിൽ വൃദ്ധനും സാത്വികനുമായ ഒരു മനുഷ്യനിലൂടെ ദൈവം അത് സാധിച്ചത് അത്ഭുതകരമായാണ്. വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ഒന്നുപോലെ ലോകം കീഴടക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് ജീവിതാനുഭവങ്ങൾ പകർന്ന ഊർജവും ബോധ്യങ്ങളും കൊണ്ടാണ്. ആ ജീവിതത്തിലെ കടന്നുപോയ 7 പതിറ്റാണ്ടുകൾ വ്യത്യസ്തനായ ഒരു പാപ്പയ്ക്കുള്ള പാഠശാലയായി ദൈവം ഒരുക്കുകയായിരുന്നു. I find the message of Pope Francis about mercy is very, very practical. If God has been so merciful with the humanity throughout the millions of years, is it not imperative that we listen to the message of Pope Francis and we put into practice the mercy, not only in our personal life, but also wherever we are, especially to our nature, to those people who are affected by floods, natural calamities, the migrants, the refugees, the people who are discarded by the society, the severe economic situations which are affecting the whole world today. Isn't it the time to listen to his words and live his message of mercy? His words are so true even today that we are called to listen to the nature, what is happening to the elderly, what is happening to the youth, what is happening to the families, so that we together we walk with Pope Francis, making it real God's mercy, not only in creation, in the children, in the elderly, and also people who are discarded by the society. ഒരു നെരിപ്പോടുപോലെ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിതാനുഭവങ്ങൾക്കുമേൽ ജ്വലിച്ചു നിൽക്കുന്ന ഹൃദയമുള്ള ഒരു പാപ്പ, ആഗോള കത്തോലിക്ക സഭയുടെ അനിഷേധ്യനായ തലവൻ, ഈ മതേതര സമൂഹത്തിന് മുന്നിൽ അനേകർ ഉയർത്തിക്കാണിക്കുന്ന മാതൃകാ നേതൃത്വം, ലാളിത്യവും സ്നേഹവും കരുണയും കൊണ്ട് സകലരും ഹൃദയത്തിലേറ്റിയ സവിശേഷ വ്യക്തിത്വം. ദുഷ്കരമായ ഈ കാലഘട്ടത്തിൽ വ്യക്തമായ ദിശാബോധത്തോടെ ഫ്രാൻസിസ് പാപ്പ തിരുസഭയെ മുന്നോട്ട് നയിക്കുകയാണ്. വിവ ഇൽ പാപ്പ.